മണ്ഡലത്തിൽ സജീവമാകുകയാണെങ്കിൽ അല്ല, വോട്ടർമാരെല്ലാം വളരെ ആക്റ്റീവാണ്. എല്ലാവരും LDF വോട്ട് ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. നല്ല പ്രസന്റായിട്ട് ആളുകൾ സമീപിക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതിന്റെ പ്രതികരണം സ്വാഭാവികമായിട്ടും നല്ല നിലയിൽ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉയരുന്ന ഒരു ഡീൽ ആരോപണം, ശരിക്കും അത്തരത്തിലൊരു ഡീൽ ഉണ്ടോ? എന്താണ് അങ്ങേക്ക് പറയുന്നത്? അത് ഡീലെന്ന് പറയുന്നത് നമുക്ക് ജനങ്ങളുമായിട്ടല്ലേ ഡീല്, മറ്റു തരത്തിലുള്ള ഡീലൊന്നും നമുക്കില്ല. ഈ മണ്ഡലത്തിലെ എല്ലാ ജാതിയിലും മതത്തിലും രാഷ്ട്രീയത്തിലും പെട്ടിട്ടുള്ള ജനങ്ങളുണ്ട്. അവരുമായിട്ട് എനിക്ക് നല്ല ഡീലുണ്ട്. ഈ കഴക്കൂട്ടത്ത് CPM ആരുമായിട്ടാണ് മത്സരം? BJP ആയിട്ടാണോ അതോ UDF ആയിട്ടാണോ? ഒരു ട്രയാങ്കുലർ ഫൈറ്റാണ് നടക്കുന്നത്. ഒരു ത്രികോണ മത്സരമാണ്. ഇന്നയാളുമായിട്ടാണ് നേരിട്ട് മത്സരം എന്ന് പറയാനൊന്നും പറ്റില്ല. 3 പേരും ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ്. ഒരു ട്രയാങ്കുലർ ഫൈറ്റ് നടക്കുന്നതെന്നാണ് എന്റെ വിശ്വാസം. ഒരു ത്രികോണ മത്സരമാണെങ്കിൽ ഇപ്പോ BJP സെക്കൻഡ് നിൽക്കുന്നു എന്നുള്ള ഒരു രീതിയിലാണല്ലോ കഴിഞ്ഞ ഇലക്ഷൻ ഒക്കെ വന്നിരിക്കുന്നത്. അതായത് കേരളത്തിൽ BJPയുടെ ഒരു തുടക്കമാണോ ഇതൊക്കെ? അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? BJP ഇത്തവണ ഇവിടെ പിടിക്കുന്നൊക്കെയാണ് പറയുന്നത്. ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം BJP 2ാം സ്ഥാനത്ത് വന്നു. അതുകൊണ്ട് അവർ ഇപ്രാവശ്യം 2ാം സ്ഥാനത്ത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വരികയാണ്. ഏതായാലും 3 സ്ഥാനാർത്ഥികളും നല്ല നിലയിൽ, 3 മുന്നണികളും നല്ല നിലയിൽ മത്സരരംഗത്തുണ്ട്. ഇപ്പോഴും ശബരിമല സ്വർണ്ണക്കൊള്ളയും ഒരു വിവാദ വിഷയമായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. അപ്പൊ കഴക്കൂട്ടത്തെ ജനങ്ങൾ അതിനൊരു മറുപടിയായിട്ടൊക്കെ നൽകുന്നതൊക്കെ പറയുന്നു. വിവാദമാക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അത് കേവലമായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യം മാത്രമാണെന്ന് എല്ലാവർക്കും അറിയാം. തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. എനിക്കതിനകത്ത് റോളുമില്ലെന്നുള്ള കാര്യം എല്ലാവരും സമ്മതിച്ചുള്ളതാണ്. ഹൈക്കോടതിയാണ് നേരിട്ട് അന്വേഷണം നടത്തുന്നത്. അവരാണ് SIT നിയോഗിച്ചത്. അവർക്കാണ് SIT റിപ്പോർട്ട് ചെയ്യുന്നത്. അവരുടെ നിരീക്ഷണത്തിലാണ് നടക്കുന്നത്. അതിനേക്കാൾ ഫലപ്രദമായിട്ടുള്ള ഒരു അന്വേഷണ സംവിധാനത്തെ നമുക്ക് ഏർപ്പെടുത്താൻ വേണ്ടി സാധിക്കും. അപ്പൊ എത്രത്തോളം ഉണ്ട് LDFന്റെ ഒരു വിജയ പ്രതീക്ഷ? 100%, 110%. അഭിമാനകരമായിട്ടുള്ള വിജയം. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മെച്ചപ്പെട്ട ഭൂരിപക്ഷം ഉറപ്പ്. കഴക്കൂട്ടത്ത് മാത്രമല്ല സംസ്ഥാനത്തും ഭരണം നിശ്ചയമായിട്ട് യാതൊരു സംശയമില്ല. ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ നാട്ടിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതിന്റെ തുടർച്ച വേണമെന്ന് വിശേഷിച്ച് ചെറുപ്പക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ അച്ഛനമ്മമാരുടെ പെൻഷൻ അത് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അതെല്ലാം തുടരേണ്ടതായിട്ടുണ്ട്. ലൈഫ് മിഷൻ 5 ലക്ഷം വീട്, ഇപ്പോൾ ഏതാണ്ട് 6.25 ലക്ഷം വീടിന്റെ 1.25 ലക്ഷം വീടിന്റെ പണി നടക്കുന്നു. അത് ഇനിയും തുടരണം. ഇതെല്ലാം തുടരേണ്ടതായിട്ടുണ്ടെന്ന് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ തുടർച്ചയ്ക്ക് വേണ്ടി പിണറായി വോട്ട് ചെയ്യും. ഈ കഴക്കൂട്ടത്തെ ജനത്തിന് ഇനി എന്തൊക്കെ ഉറപ്പുകളാണ് അല്ലെങ്കിൽ വാഗ്ദാനങ്ങളാണ്? നമ്മുടെ ഇവിടെ വാഗ്ദാനങ്ങളൊന്നും ഞാൻ നൽകുന്നില്ല. നമ്മുടെ ഇവിടെ ഒരു പ്രശ്നം അവശേഷിക്കുന്നത് കുടിവെള്ളത്തിന്റെ പ്രശ്നമാണ്. അതിന്റെ ഉത്തരവാദി നേരത്തെ ഭരിച്ച UDF തന്നെയാണ്. അവരാണ് യഥാർത്ഥത്തിൽ ഭാവിയിൽ ഉണ്ടാകേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങളെ മുൻകൂട്ടി കണ്ട് ഒരു പൈപ്പ് ലൈൻ സ്ഥാപിക്കേണ്ടിയിരുന്നത്. ഇത് മണ്ണുകൊണ്ട് നിർമ്മിച്ച ഒരു പൈപ്പിലൂടെ വെള്ളം 10-60 വർഷക്കാലം ഒഴുകുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള ദുരന്തമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പ്രഷർ കൊടുക്കാൻ വേണ്ടി പറ്റില്ല. പ്രഷർ കൊടുത്താൽ അപ്പം പൊട്ടും. പ്രഷർ കൊടുക്കാത്തത് കാരണം ഇവിടുത്തെ ഈ ടാങ്കുകളിൽ, വാട്ടർ ടാങ്കുകളിൽ വെള്ളം കയറുന്നില്ല. അത് കാരണം ഉയർന്ന പ്രദേശങ്ങളിൽ ഒട്ടും വെള്ളം കിട്ടുന്നില്ല. അതിന് പരിഹാരമായിട്ട് നമ്മൾ 2016 ഗവൺമെന്റ് ആവിഷ്കരിച്ച പദ്ധതി അവസാന ഘട്ടത്തിലാണ്. 2 മാസം കൊണ്ട് അത് കമ്മീഷൻ ചെയ്യാൻ സാധിക്കും. ഒരു 2 മാസം കഴിയുമ്പോഴേക്കും കുടിവെള്ള പ്രശ്നത്തിനും പരിഹാരം കാണാം. അതോടുകൂടി ഈ മണ്ഡലത്തിലെ മിക്കവാറുമുള്ള എല്ലാ ജനകീയ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ നമുക്ക് സാധിച്ചു എന്ന് പറയാം. 3ാം ഊഴത്തിന് തയ്യാറെടുക്കുകയാണ്. യെസ്. അത് കൃത്യമായിട്ട് തോൽക്കുന്നില്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒരാൾ അതിന്റെ ഉത്തരവാദിത്വം എടുക്കണം. 2 മാസക്കാലം അത് ചെയ്തേ പറ്റുള്ളൂ. ആരെങ്കിലും ഒരാൾ പോയി ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവന്ന് തുറപ്പിക്കുക. ആ വാൽവ് തുറപ്പിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഉത്തരവാദിത്വമായിട്ടിരിക്കണം. അത് നിങ്ങളാരെങ്കിലും എടുത്താലേ പറ്റുള്ളൂ. ഇവിടുത്തെ പാർട്ടിക്കാരെങ്കിലും എടുക്കണം. മനസ്സിലായില്ലേ? കൊണ്ടുവന്ന് തുറപ്പിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന്. അതിനിവിടെ കഥ പറഞ്ഞുകൊണ്ടാണ് കാര്യം നടക്കേണ്ടത്. നമ്മുടെ ഉത്തരവാദിത്വമാണ്. പോയി വിളിച്ചുകൊണ്ട് വന്ന് തുറപ്പിക്കും. അതേ പറ്റുള്ളൂ. വേറെ വഴിയൊന്നുമില്ല. അത് നമുക്ക് 2 മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ കുടിവെള്ളത്തിന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവും. അതുവരെ ഈ താൽക്കാലികമായിട്ടുള്ള സംവിധാനം പോയി നിർബന്ധപൂർവ്വം തുറപ്പിക്കണം അത് കാര്യങ്ങൾ ചെയ്യണം. അതിനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമുക്ക് തുടരാം. ഈ കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ മാന്യന്മാര് ഇപ്പൊ കുടിവെള്ളം തെരഞ്ഞെടുപ്പിന്റെ ഒരു വിഷയമാക്കാമെന്ന് പറഞ്ഞിറങ്ങിയിട്ടുണ്ട്. നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. നാട്ടുകാരും അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇന്നലെ എവിടെയായിരുന്നു എന്ന് ആർക്കും അറിയില്ല. കുടിവെള്ളത്തിന്റെ പ്രശ്നത്തിന് ആരാണ് ഓടിയത്?
എങ്ങനെയാണ് കാര്യങ്ങൾ നടന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും അവർക്ക് ആർക്കും അറിയില്ല. ഇപ്പോ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോ മുദ്രാവാക്യം വിളിക്കാനും കുടിവെള്ളത്തിന്റെ പ്രശ്നം രാഷ്ട്രീയമായിട്ട് പറയാനും ഒക്കെ തയ്യാറായി രംഗത്ത് വരികയാണ്. പിന്നെ കള്ളപ്രചാരണം കൊണ്ട് വോട്ട് തട്ടാൻ വേണ്ടി നോക്കുമെന്നുള്ള പരിശ്രമം അവർ നടത്തുന്നുണ്ട്. അതിനെല്ലാം കൃത്യമായിട്ടുള്ള മറുപടിയായി 9-ാം തീയതി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കാൻ നിങ്ങൾ എല്ലാവരും കൂട്ടായിട്ട് വരുന്ന ആകെ 10-11 ദിവസക്കാലം മാത്രമേ നമ്മുടെ മുന്നിൽ നിന്നുള്ളൂ. ഒത്തിരി ദിവസമൊന്നുമില്ല. 12ാമത്തെ ദിവസം വോട്ടെടുപ്പാണ്. ഈ ഒരു 10-12 ദിവസം നിങ്ങൾ എല്ലാവരും രാവിലെ പകലാക്കി ഒരുപാട് ജോലികളുള്ളവരാണോ, ജോലി ഉണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ. അതൊക്കെ എനിക്കറിയാം, അറിഞ്ഞുകൂടാഞ്ഞിട്ട് പറയുകയല്ല. പക്ഷേ ഈ 5 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ വലിയ ഉത്തരവാദിത്വം, നമ്മുടെ ബാധ്യതയും ചുമതലയും എന്ന നിലയിൽ തന്നെ ഈ വിഷയത്തെ കണ്ട് വരുന്ന ദിവസങ്ങളിൽ ഒരുമിച്ച് കൂടെ നിന്ന് പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും എന്റെ അഭിവാദ്യം. ഇന്നിപ്പോ 5 മണിക്കെന്നാണ് പറഞ്ഞത്, 6:15. 7 മണിക്ക് എനിക്കൊരു പരിപാടിയുണ്ട്. 7 മണിക്ക് മുമ്പേ പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ നിലയിൽ നമുക്ക് പോവാം. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് വലിയ തിരിച്ചടി ആകുമോ? അത് എന്തെങ്കിലും രീതിയിൽ ഒരു ഭയമായിട്ടുണ്ടോ? പക്ഷെ അത് യാതൊരു രീതിയിലുള്ള ഭയമായിട്ട് നിൽക്കുന്നില്ല. തീർത്തും ജനങ്ങൾ വികസനമാണ് നോക്കുന്നത്. 10 വർഷത്തെ വികസന പ്രവർത്തനം, 10 വർഷത്തെ വികസന പ്രവർത്തനം മാത്രമല്ല, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു തരത്തിലും ബാധിക്കില്ല എന്നുള്ള കോൺഫിഡൻസ് കൂടെയാണ് അദ്ദേഹത്തിനുള്ളത്. ആരോപണങ്ങളാണ്, അതൊക്കെ പടച്ചുവിടുന്നതാണ് എന്ന് ആവർത്തിക്കുകയാണ്. കോടതിക്ക് മുന്നിൽ തെളിവുകളൊക്കെ സമർപ്പിച്ചു എന്നുള്ള ആത്മവിശ്വാസമൊക്കെ ഉണ്ട്. എന്തായാലും ജനങ്ങൾ ഇതില് ഒക്കെ വിലയിരുത്തുന്നുണ്ട്. ഈ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ വിലയിരുത്തിക്കൊണ്ട് തന്നെയായിരിക്കും ഈ തവണത്തെ തിരഞ്ഞെടുപ്പ് വിജയപ്രഖ്യാപനം ഒക്കെ ഉണ്ടാകുക എന്നുള്ളതാണ്. തീർത്തും വലിയൊരു കോൺഫിഡൻസ്. നമ്മൾ ഈ സംസ്ഥാനത്ത് മൊത്തം LDF സർക്കാരിനെ ബാധിക്കുമെന്ന് പറയുന്ന ഒരു വിഷയമാണ്, അല്ലെങ്കിൽ LDF സർക്കാരിന്റെ ചോദ്യം മുന്നിൽ നിർത്തുന്ന ഒരു വിഷയമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്. അതിൽ ഏറ്റവും പേടിക്കുന്നത് ഈ കഴക്കൂട്ടം മണ്ഡലത്തിലാണ്. പക്ഷെ ഇവിടുത്തെ LDF സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് ഒരു ടെൻഷനും ഇല്ലാതെ മാത്രമല്ല, കുട്ടികളോടടക്കം ചിരിച്ചു കളിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളിപ്പോ കണ്ടത്. ആത്മവിശ്വാസമുണ്ട്. അതിനേക്കാൾ ഉപരി ഈ BJP-യുടെ ഒക്കെ വളർച്ച എന്ന് പറയുന്നത്, അതൊക്കെ ഒരു സെക്കൻഡ് പൊസിഷൻ വേണമെങ്കിൽ ആഗ്രഹിച്ചോട്ടെ, അതിനപ്പുറത്തേക്കൊന്നും പോകില്ല എന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസം കൂടെ ഉണ്ട്. അതായത് LDF BJP മത്സരമാണ് കഴക്കൂട്ടത്ത് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടെ LDF അല്ലാതെ മറ്റൊന്നും ഇല്ല എന്നുള്ള ഒരു ഉറപ്പ് കൂടെയാണ് ഇപ്പൊ അദ്ദേഹം മലയാളി വാർത്തയോടക്കം പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ജനങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അതിനൊക്കെയുള്ള പരിഹാരം ഉടൻ തന്നെ ഉണ്ടാകും. അധികാരത്തിൽ വരുന്നത് വരെ തൽക്കാലം നിലവിലത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സഹകരിച്ച് എന്തെങ്കിലുമൊക്കെ ആക്കി തീർക്കാം. അത് വിജയം അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നുള്ള ഉറപ്പൊക്കെ ജനങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. എന്തായാലും കാണാം.